എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിനായി വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവിൽ ആ വിധിയിൽ ഇടപെടില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹൈക്കോടതി ഈ തീരുമാനം ശരിവെച്ചത് എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് എന്നതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. മൃതദേഹം വൈദ്യപഠനത്തിന് നൽകുന്നത് മരിച്ചയാളുടെയും കുടുംബത്തിന്റെയും പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതല്ലേ എന്നതാണ് കോടതി ചോദിച്ചത്. അതിനെതിരെ വൈദ്യപഠനത്തിന് നൽകിയതിനെതിരെയുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. ആർ അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, ഇത് ആശാ ലോറൻസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്, അതായത് സുപ്രീം കോടതിയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കോടതി പറഞ്ഞത്? അനുജ, എം ലോറൻസിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദം ഇങ്ങനെ കോടതികളിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നേരത്തെ മകൾ ആശാ ലോറൻസ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും ആവശ്യം തള്ളുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെ തുടർന്നാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അതായത് എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകാതെ മതാചാരപ്രകാരം സംസ്കരിക്കാനുള്ള ആവശ്യം അതുമായി സമീപിക്കുകയും, എന്നാൽ ഈ വൈദ്യ പഠനത്തിന് വിട്ടുകൊണ്ടുള്ള തീരുമാനം അത് രാഷ്ട്രീയ തീരുമാനമെന്നും ആരോപിച്ചായിരുന്നു ആശാ ലോറൻസ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. എന്നാൽ ആ ഹർജി ഇന്ന് സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. പ്രഥമ ദൃഷ്ടിയാൽ തന്നെ പറഞ്ഞത് ഹൈക്കോടതി വിധിയിൽ ഇടപെടാനാകില്ല എന്ന് തീർത്ത സുപ്രീം കോടതി പറയുകയുണ്ടായി. മൃതദേഹം വിട്ടു നൽകിയത് ഹൈക്കോടതി ശരിവെച്ചത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വശങ്ങളും പരിഗണിച്ചിട്ടുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് സുപ്രീം കോടതി ഈ വിഷയത്തെ നിരീക്ഷിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഹർജിക്കാരോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ഈ മൃതദേഹം വൈദ്യപഠനത്തിന് നൽകുന്നത് മരിച്ചയാളുടെയും കുടുംബത്തിന്റെയും പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. കാര്യം വൈദ്യപഠനത്തിന് നൽകുക എന്ന് പറഞ്ഞാൽ അതൊരു മറ്റൊരു മഹത്തരമായിട്ടുള്ള ഒരു പ്രവൃത്തി കൂടിയാണെന്ന് സുപ്രീം കോടതി വിലയിരുത്തിയിരിക്കുകയാണ്. ആ സാഹചര്യങ്ങൾ കോടതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആശാ ലോറൻസിന്റെ ആവശ്യം ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. നേരത്തെ ഇതേ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആശാ ലോറൻസിനെതിരായ ഒരു വിധി പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ ആ വിവാദം ഒടുവിൽ സുപ്രീം കോടതിയിലും എത്തി. ഇനിയിപ്പോൾ ആശാ ലോറൻസിന് മുന്നിൽ മറ്റു വഴികളൊന്നും ഇല്ലല്ലോ, അല്ലേ ആർ അച്യുതൻ? ിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ആശാ ലോറൻസിന് തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു വഴി ഇതിൽ ആശാ ലോറൻസിന്റെ മുൻപിലില്ല. സുപ്രീം കോടതി എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടു നൽകിയ ആ തീരുമാനം, ഹൈക്കോടതി തീരുമാനം, അത് ശരിവച്ചിരിക്കുന്നു. സുപ്രീം കോടതിയും ആശാ ലോറൻസിന്റെ ഹർജി തള്ളി.